ഇവിടെ എന്താ കഴിക്കാനുള്ളത്? പുട്ടല്ലാണ്ട് ഇവിടെ നല്ല ചൂട് പൊറോട്ടയുണ്ട്. പൊറോട്ട ഉണ്ടോ? 2 പൊറോട്ട എടുക്കേ. അടിപൊളി. ഇപ്പൊ തന്നെ നല്ല ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈ. ഞാൻ എന്താടാ കുളിക്കുന്ന തോർത്തന്തേ? എടാ കുളിക്കുന്ന തോർത്തല്ലേ ഞാൻ ഈ പൊറോട്ടയുടെ മേലെ കൂട്ടിട്ടിരിക്കുന്നത്. ഒരാൾ കുളിക്കുന്ന തോർത്താണോ തിന്നണ പൊറോട്ട വരുന്നത്? ഒരാള് കുളിക്കുന്നതാ ഇവിടെ ഞാൻ കുളിക്കണത്, എന്റെ അമ്മ കുളിക്കണത്, എന്റെ അച്ഛൻ കുളിക്കണത്. എന്തിന് ഈ കടലെ ബംഗാളി വരെ ആ തോർത്തല കുളിക്കണത്? എനിക്ക് തന്നെ പൊറോട്ട വേണ്ട. എന്നാ പിന്നെ ഞാൻ ഓംലെറ്റ് എടുക്കാം മേഡം. ഓ അത് പിന്നെ താനിടുന്ന മുട്ടയല്ലല്ലോ. വേറെ പ്രത്യേകത ഉണ്ട് മേഡം. എന്താ? മറ്റു കടകളെ അപേക്ഷിച്ചിട്ട് ഈ കടലിൽ താറാമുട്ടയ്ക്കും കോഴിമുട്ടയ്ക്കും സെയിം റേറ്റാ. ആണോ? എന്നാ എനിക്കൊരു താറാമുട്ട എടുക്കണേ. താറാമുട്ട മതിയല്ലേ? സൗണ്ട് ഉണ്ടാക്കുന്നത്? പിന്നെ താറാമുട്ട എടുക്കുമ്പോ താറാവിന്റെ ശബ്ദം അല്ലാതെ പിന്നെ പ്ലേറ്റ് ശബ്ദം എടുക്കാൻ പറ്റുമോ മേഡം? അപ്പൊ കോഴിമുട്ട എടുക്കാനല്ലോ. കോഴിമുട്ട എടുക്കുവാണെങ്കിൽ എന്ന് പറയും. അല്ല അപ്പൊ താൻ ഇങ്ങനെയാണ് ഓംലേറ്റ് അടിച്ചു കൊടുക്കണേ? പിന്നെ ഇങ്ങനെ അല്ലാതെ സെയിം റേറ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ. താനൊന്നും എടുക്ക, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരെ. അയ്യോ അത് ബാത്റൂം അല്ല മേഡം, പിന്നെ അതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇത്ര വൃത്തിയായിട്ട സ്ഥലാ? അടിപൊളി കിച്ചൺ. ഇതാണോ ഇവിടെ തന്റെ കിച്ചൺ? ഞാൻ തന്റെ കിച്ചൺ ഒന്ന് ചെക്ക് ചെയ്യട്ടാ. സെക്കൻഡ് എടി സുമതിയെ, നീ ആ മക്കളായിട്ട് ഒന്നും മാറിക്കടി. മേഡത്തിന് എന്തോ ചെക്ക് ചെയ്യണോ? അയ്യോ നിങ്ങൾ ഭാര്യ മക്കള് റെസ്റ്റ് എടുക്കാൻ റെസ്റ്റ് എടുത്തൊരു കുഴപ്പമില്ല. ഭാര്യ മക്കളല്ല, പിന്നെ ഇതിലെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ഏതോ ചാവലപ്പെട്ടിയാ. പ്രസവിച്ച് കിടക്കുവോ മേഡം? അടുക്കള പ്രസവിച്ചെടുക്ക്. അത് പട്ടി അടുക്കള പ്രസവിച്ച് കിടന്ന എന്താ കുഴപ്പം? ആ പട്ടി ഒരു ഫുഡിൽ പോലും തലയിടത്തില്ല. ആ പട്ടിക്ക് വിശക്കുവാണെങ്കിൽ ആ പട്ടി ദൂരെയുള്ള ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കും. അത്ര ഡീസന്റ് പട്ടിയാണ്. അപ്പൊ തന്റെ ഫുഡ് ഒരു പട്ടിക്ക് പോലും